ഹലോ ദിസ് ഈസ് മലയാളം ട്യൂട്ടോറിയൽസിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് കൂടി സ്വാഗതം. ഒരുപാട് ആളുകൾ കുറേ കാലമായിട്ട് എന്നോട് ആവശ്യപ്പെടുന്നതാണ് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറുകൾ അതിൻ്റെ ഒരു റീഡിംഗ് കോംപ്രഹെൻഷൻ വീഡിയോ ചെയ്യണം, ട്യൂട്ടോറിയൽ ചെയ്യണം എന്നുള്ള നിരവധി ആളുകൾ നിരവധി തവണയായിട്ട് കുറച്ച് കാലമായിട്ട് ആവശ്യപ്പെടുന്നൊരു സംഗതിയാണ്. ഞാൻ തീരെ മൈൻഡ് ചെയ്തിട്ടില്ല, ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളത് തെറ്റായിരിക്കും. ഞാനത് കണ്ടിട്ടുണ്ട്, പക്ഷേ ഞാനത് ചെയ്യണ്ട എന്ന് വിചാരിച്ചൊരു സംഗതിയായിരുന്നു. അതിന് കാരണങ്ങൾ പലതുണ്ട്, പക്ഷേ അതൊന്നും ഒരു കാരണമായിട്ട് കൂട്ടാനും പറ്റില്ല എന്നുള്ളതാണ്. എന്നിരുന്നാലും ഞാൻ അതിനെക്കുറിച്ച് കുറച്ച് പറയാം. അത് കേൾക്കാം എന്നുള്ളവർക്ക് മാത്രം ശ്രദ്ധിക്കാം, ഇല്ലെങ്കിൽ 1-2 മിനിറ്റ് അപ്പുറത്തേക്ക് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി വീഡിയോ കാണാം. സോ ഞാൻ ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത 2 കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് ന്യൂസ് പേപ്പറും ഒന്ന് TV ചാനലുകളാണ്. ഈ 2 സംഗതികളോടും എനിക്ക് യാതൊരു താല്പര്യമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ എനിക്ക് ഒരു പണിയില്ലാതെ, അങ്ങനെ ഒരു അവസരം വളരെ അപൂർവമാണ്, ഒരു ജോലിയില്ലാതെ വെറുതെ നടക്കുന്ന സമയത്ത് എൻ്റെ മുമ്പിൽ ന്യൂസ് പേപ്പർ ഉണ്ടെങ്കിൽ ഞാനതൊന്ന് മറിച്ച് നോക്കുള്ളൂ. അല്ലാതെ എല്ലാ ദിവസവും പത്രം വായിക്കുന്ന സ്വഭാവമോ ചാനലുകൾ കാണുന്ന സ്വഭാവമൊന്നുമില്ല. ഈ സമൂഹത്തെ ഇത്രയധികം ദുഷിപ്പിച്ചത് ഇവിടുത്തെ ന്യൂസ് പേപ്പറുകളും TV ചാനലുകളുമാണ് എന്നാണ് എൻ്റെ ഒരു ഉത്തമ ബോധ്യം. നിലവിൽ ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, ഭാവിയിൽ ഒരു പക്ഷേ മാറിപ്പോയേക്കാം. എനിവേ, ഇപ്പോഴുള്ള എൻ്റെ ധാരണ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പത്രവും ചാനലുകളൊന്നും അധികം കാണാറില്ല. പക്ഷെ നമ്മൾ ന്യൂസുകളൊക്കെ അറിയുന്നുണ്ട്, വേറെ മാർഗ്ഗങ്ങളിലൂടെ അറിയുന്നുണ്ട്, ഫേസ്ബുക്കിലൂടെ അറിയുന്നുണ്ട്. സമൂഹത്തിൽ നിരന്തരമായി ധാരാളമായി നെഗറ്റീവ് ന്യൂസുകൾ കൊണ്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആവർത്തിച്ച് രാവിലെ മുതൽ രാത്രി വരെ ഇത് തന്നെയാണ് ന്യൂസ് ചാനലുകൾക്കും ന്യൂസ് പേപ്പറുകൾക്കുള്ള പണി. അതുകൊണ്ട് തന്നെ അതൊക്കെ നിരന്തരമായി വായിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അസമാധാനവും അസ്വസ്ഥതയും അസംതൃപ്തിയൊക്കെയാണ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ന്യൂസ് പേപ്പറുകളുമായിട്ടും ബന്ധപ്പെട്ട് നിങ്ങൾ എന്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് മൈൻഡ് ചെയ്യേണ്ട എന്നുള്ളത് എനിക്ക് അങ്ങനെ പോവുമായിരുന്നു. പക്ഷേ ധാരാളമായിട്ടുള്ള ആളുകൾ യൂട്യൂബിൽ കമൻസിലായാലും ഫേസ്ബുക്കിലായാലും ഒരുപാട് ആവശ്യപ്പെട്ടിട്ടുണ്ടത്. അപ്പോൾ അത് ഒരു വട്ടമെങ്കിലും പരിഗണിക്കുക എന്നുള്ളത് എൻ്റെ ബാധ്യതയാണല്ലോ. രണ്ടാമതൊന്ന്, ഞാൻ പിന്നെ ഒരു ന്യൂസ് നിങ്ങൾക്ക് ഏതായാലും വായിച്ച് തരാമെന്ന് തീരുമാനിച്ച് ഞാനിങ്ങനെ ഓൺലൈനായിട്ട് ന്യൂസുകളൊക്കെ നോക്കുമ്പോൾ വായിച്ചു തരാൻ പറ്റുന്ന ന്യൂസുകളൊന്നും കാണുന്നില്ല. പിന്നെ ഒരു തുടക്കക്കാർ എന്നുള്ള രൂപത്തിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് എൻ്റർടൈൻമെൻറ്റ് സ്പോർട്സ് ന്യൂസുകളാണ്. അപ്പോൾ ഈ സ്പോർട്സ് ന്യൂസുകളിലേക്ക് വരുമ്പോൾ ഒരുപാട് ടെക്നിക്കൽ ടേമുകളുണ്ടാവും. അപ്പോൾ ക്രിക്കറ്റ് ആണെങ്കിൽ ഒരുപാട് എന്താ പറയുക, അതിൻ്റെ കുറേ സാങ്കേതിക പദങ്ങളുണ്ടാവും. ഫുട്ബോൾ ആണെങ്കിൽ അതിൻ്റെ കുറേ പദങ്ങളുണ്ടാവും. എനിക്കതിനെക്കുറിച്ചൊന്നും യാതൊരു ഐഡിയ ഇല്ല. വളരെ അപൂർവമായി കുറച്ച് എന്തെങ്കിലും അറിയുള്ളൂ. സ്പോർട്സ് ഞാൻ കാണാറുണ്ട്, ഫുട്ബോൾ ഞാൻ കാണാറുണ്ട്, ക്രിക്കറ്റ് വളരെ അപൂർവമായിട്ടേ ഇപ്പോൾ കാണാറുള്ളൂ. അതൊക്കെ എൻജോയ് ചെയ്യും കുറച്ച് നേരം എന്നല്ലാതെ അതിലൊന്നും ഒരുപാട് സമയം എൻ്റെ ജീവിതത്തിൽ സ്പെൻഡ് ചെയ്യാനോ അതിനു വേണ്ടി വാദിക്കാനോ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അറിയാനോ ഒന്നും എനിക്ക് ആഗ്രഹമില്ല, ഞാൻ ശ്രദ്ധിക്കാറുമില്ല. അപ്പോൾ സ്പോർട്സ് ന്യൂസ് നിങ്ങൾക്ക് വായിച്ചു തരുന്നതിൽ എനിക്ക് പരിമിതികളുണ്ടാകും. അപ്പോൾ ടോട്ടലി വളരെ പ്രയാസപ്പെട്ട് ഞാനിവിടെ ഒരു ന്യൂസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ ന്യൂസ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ വായിച്ചു തരികയാണ്. അത് സച്ചിൻ ടെണ്ടുൽക്കർ അദ്ദേഹത്തിൻ്റെ പുതിയ ഫിലിം സച്ചിൻ എ ബില്യൺ ഡ്രീംസ് എന്ന പേരിലൊരു ഫിലിം വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നാണ് അതിൻ്റെ റിലീസ് എന്ന് തോന്നുന്നു, മെയ് 26 എന്നാണല്ലോ. അപ്പോൾ ഏതായാലും അതിനെക്കുറിച്ചുള്ളൊരു ന്യൂസ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ വായിക്കുകയാണ്. അപ്പോൾ ന്യൂസ് പേപ്പറുകളുടെ ടൈറ്റിലുകൾക്ക് ചില പ്രത്യേകതകളുണ്ട്. അതിലൊന്ന്, ഒരുപാട് വാക്കുകൾ എഴുതിയിട്ട് വലിയ ടൈറ്റിലൊന്നും പത്രങ്ങളിലുണ്ടാവില്ല, മാക്സിമം ചുരുക്കിയിട്ടാണ് എഴുതുക. അപ്പോൾ ചില വാക്കുകൾക്കൊക്കെ ന്യൂസ് പേപ്പറിലായിട്ട് ചില അർത്ഥങ്ങളൊക്കെ പ്രത്യേകമായിട്ട് വരാറൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഇംഗ്ലീഷ് സെൻറ്റൻസ് നമ്മൾ വായിക്കുമ്പോൾ കൃത്യമായിട്ട് അതിനെ മലയാളത്തിലേക്ക് ഇങ്ങോട്ട് പദാനുപത തർജ്ജമ സാധ്യമല്ല. അതിൽ പറയുന്ന കാര്യം എന്താണോ അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. പറയുന്നത് എന്താണോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുക, അതാണ് റീഡിങ് കോംപ്രഹെൻഷൻ. സോ നമുക്ക് ഈ ഒരു ന്യൂസിനെ ഒന്ന് വായിച്ചു നോക്കാം. ഞാൻ പിന്നെ ഇത് പത്രത്തിൽ നിന്ന് ഓൺലൈൻ ന്യൂസിൽ നിന്നും ഞാനത് കോപ്പി ചെയ്തിട്ട് ഇങ്ങോട്ട് മാറ്റാൻ കാരണം ആ ഫോണ്ടുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടും എന്താണ് വായിക്കുന്നതെന്ന് വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടുമാണ്. പിന്നെ മാത്രമല്ല, ഓൺലൈൻ വെബ് പേജുകളിലൊക്കെ ഒരുപാട് പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനും കൂടി വേണ്ടിയിട്ടാണ്. സോ നമുക്ക് നോക്കാം. സച്ചിൻ ടെണ്ടുൽക്കർ റെഡി ടു സ്റ്റാർട്ട് സെക്കൻഡ് ഇന്നിങ്സ് വിത്ത് ഹിസ് ബയോപിക്. സച്ചിൻ ടെണ്ടുൽക്കർ റെഡി ടു സ്റ്റാർട്ട്, തുടങ്ങാൻ തയ്യാറെടുക്കുന്നു. സെക്കൻഡ് ഇന്നിങ്സ്, രണ്ടാമതൊരു ഇന്നിങ്സ്, വിത്ത് ഹിസ് ബയോപിക്. ബയോപിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സിനിമക്കാണ് ബയോപിക് എന്ന് പറയാം, ബയോപിക്. ഓക്കെ, അപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ അദ്ദേഹത്തിൻ്റെ ബയോപിക്കിലൂടെ രണ്ടാമത് ഇന്നിങ്സിൽ തുടങ്ങുന്നു. അത് ഒരു ആലങ്കാരികമായ പ്രയോഗമാണ്. ഓക്കെ, റെഡി ടു സ്റ്റാർട്ട് സെക്കൻഡ് ഇന്നിങ്സ് വിത്ത് ഹിസ് ബയോപിക്. നമ്മൾ മലയാളത്തിലൊക്കെ കാണാറുണ്ട്. കൃത്യമായൊരു മലയാളം നമുക്ക് തർജ്ജമ ചെയ്യാൻ
പദാനുപദ പറ്റണമെന്നില്ല, പക്ഷെ നമുക്ക് സംഭവം മനസ്സിലായി അല്ലേ. അദ്ദേഹത്തിൻ്റെ ബയോപിക് വരുന്നുണ്ട്, അതിലൂടെ പുതിയൊരു ഇന്നിങ്സ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് ടൈറ്റിൽ. ഇനി അതിൻ്റെ താഴെ ഒരു ക്യാപ്ഷൻ ഉണ്ട്. സച്ചിൻ ടെണ്ടുൽക്കർ വാസ് എക്സൈറ്റഡ്. സച്ചിൻ ടെണ്ടുൽക്കർ എക്സൈറ്റഡ് ആയിരുന്നു ടു സ്റ്റാർട്ട് എ ന്യൂ ചാപ്റ്റർ ഓഫ് ഹിസ് ലൈഫ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പുതിയൊരു ചാപ്റ്റർ തുടങ്ങുന്നതിൽ. ആസ് ഹി അറ്റൻഡഡ് ദ സ്ക്രീനിങ് ഓഫ് സച്ചിൻ എ ബില്യൺ ഡ്രീംസ് ഓൺ ട്യൂസ്ഡേ. ചൊവ്വാഴ്ച സച്ചിൻ എ ബില്യൺ ഡ്രീംസ് എന്ന സിനിമയുടെ സ്ക്രീനിങ് നടക്കുന്ന സമയത്ത് അറ്റൻഡ് ചെയ്യുമ്പോൾ അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ പുതിയൊരു ചാപ്റ്റർ തുടങ്ങുന്നതിൽ വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ അതിന് എന്തൊക്കെ മനസ്സിലായി നമുക്ക്? സച്ചിൻ ടെണ്ടുൽക്കർ വാസ് എക്സൈറ്റഡ്, അദ്ദേഹം എക്സൈറ്റഡ് ആയിരുന്നു, അത് നമുക്ക് മനസ്സിലായി. ടു സ്റ്റാർട്ട് എ ന്യൂ ചാപ്റ്റർ ഓഫ് ഹിസ് ലൈഫ്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പുതിയൊരു തുടക്കം, അത് നമുക്ക് കിട്ടി. ആസ് ഹി അറ്റൻഡഡ് ദ സ്ക്രീനിങ് ഓഫ് സച്ചിൻ എ ബില്യൺ ഡ്രീംസ്. സച്ചിൻ എ ബില്യൺ ഡ്രീംസ് എന്ന് പറയുന്ന ഫിലിമിൻ്റെ സ്ക്രീനിങ് നടക്കുന്നിടത്ത് അദ്ദേഹം അറ്റൻഡ് ചെയ്തിരുന്നു. സ്ക്രീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിലിമിൻ്റെ പ്രിവ്യൂ ഷോ, ഒരു സെലക്റ്റഡ് ഓഡിയൻസിൻ്റെ മുമ്പിൽ കാണിക്കുന്ന ഒരു പ്രിവ്യൂ എന്നൊക്കെ മനസ്സിലാക്കാം. വൺ ട്യൂസ്ഡേ, ചൊവ്വാഴ്ച. അപ്പോൾ അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി. ഓക്കെ, അതാണ് ക്യാപ്ഷൻ. ബിഹാൻ സെൻഗുപ്ത അദ്ദേഹമാണ് ഈ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് ഹിന്ദുസ്ഥാൻ ടൈംസിൽ വന്നതാണ്. പഠിച്ചു തുടങ്ങുന്ന ആളുകൾക്ക് എനിക്ക് തോന്നുന്നു ഹിന്ദുസ്ഥാൻ ടൈംസും പിന്നെന്താ ടൈംസ് ഓഫ് ഇന്ത്യ ഇങ്ങനെ എന്തോ ന്യൂസ് പേപ്പറുകൾ, അതൊക്കെയാണ് കുറച്ചുകൂടെ നന്നാവും തോന്നുന്നു. ഹിന്ദു ന്യൂസ് പേപ്പർ വേണമെന്നുള്ളവർക്ക് ഹിന്ദു ന്യൂസ് പേപ്പറും വായിക്കാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ മുംബൈയിൽ നിന്നാണ് ഈ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ക്രിക്കറ്റ് ലെജൻഡ് സച്ചിൻ ടെണ്ടുൽക്കർ ഡ്യൂറിങ് എ ലോഞ്ച് ഈവൻറ്റ് ഇൻ മുംബൈ. അതൊരു സച്ചിൻ്റെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു, സച്ചിൻ ആ ഈവൻറ്റിൽ സംസാരിക്കുന്നത്. അതിൻ്റെ ക്യാപ്ഷനാണിത്. ആ ഫോട്ടോ ഞാനിവിടെ കോപ്പി ചെയ്തിട്ടില്ല. ക്രിക്കറ്റ് ലെജൻഡ്, ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ ഡ്യൂറിങ് എ ലോഞ്ച് ഈവൻറ്റിനിടയിൽ ഇൻ മുംബൈയിലുള്ള ലോഞ്ച് ഈവൻറ്റിൽ സച്ചിൻ ടെണ്ടുൽക്കർ സംസാരിക്കുന്ന ഒരു ഫോട്ടോ, അതിൻ്റെ താഴെയുള്ള ക്യാപ്ഷനാണ്. അപ്പോൾ അത് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് നോക്കാം. The audience, made up of sports journalists, was in conversation with director James Erskine when Sachin Tendulkar walked in as his film Sachin A Billion Dreams was being screened. വലിയൊരു സെൻറ്റൻസ് ആയി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിങ്ങനെ ബ്രേക്ക് ചെയ്ത് മനസ്സിലായി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള ഐഡിയ നമുക്ക് പിടുത്തം കിട്ടും. ഓക്കെ, ദ ഓഡിയൻസ്, ആരാണ് ഓഡിയൻസ്? ഫിലിം കാണാൻ വന്നിട്ടുള്ള ആളുകൾ. മെയ്ഡ് അപ്പ് ഓഫ് സ്പോർട്സ് ജേർണലിസ്റ്റുകളാൽ മെയ്ഡ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ളത് ഓഡിയൻസിലുണ്ടായിരുന്നത് സ്പോർട്സ് ജേർണലിസ്റ്റുകളായിരുന്നു. ഓക്കെ, അല്ലെങ്കിൽ അതിലുണ്ടായിരുന്ന ബഹുഭൂരിപക്ഷവും സ്പോർട്സ് ജേർണലിസ്റ്റുകളായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കാം. വാസ് അവരായിരുന്നു എന്തിൽ? ഇൻ കോൺവെർസേഷൻ, സംഭാഷണത്തിലായിരുന്നു. ഓക്കെ, അപ്പോൾ ദ ഓഡിയൻസ് വാസ് ഇൻ കോൺവെർസേഷൻ എന്നാണ്. ഓക്കെ, ഓഡിയൻസ് കോൺവെർസേഷനിലായിരുന്നു. ആ ഓഡിയൻസിന് എങ്ങനെയുള്ള ഓഡിയൻസ് ആണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. മെയ്ഡപ്പ് ഓഫ് സ്പോർട്സ് ജേർണലിസ്റ്റ്. ഓക്കെ, സ്പോർട്സ് ജേർണലിസ്റ്റുകൾ അടങ്ങുന്ന പ്രേക്ഷകർ വാസ് ഇൻ കോൺവെർസേഷൻ, സംഭാഷണത്തിലായിരുന്നു. വിത്ത് ഡയറക്ടർ ജെയിംസ് എർസ്കീൻ, ആ ഫിലിമിൻ്റെ ഡയറക്ടർ ജെയിംസ് എർസ്കീനുമായി. വെൻ സച്ചിൻ ടെണ്ടുൽക്കർ വാക്ക്ഡ് ഇൻ, അപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ അകത്തേക്ക് വന്നു, അവരുടെ അടുത്തേക്ക് ഉള്ളിലേക്ക് വന്നു. ആസ് ഹിസ് ഫിലിം, ആ സമയത്ത് ഹിസ് ഫിലിം സച്ചിൻ എ ബില്യൺ ഡ്രീംസ് വാസ് ബീയിങ് സ്ക്രീൻഡ്. സച്ചിൻ എ ബില്യൺ ഡ്രീംസ് എന്ന് പറയുന്ന ഫിലിം അവിടെ പ്രദർശിപ്പിക്കുകയായിരുന്നു. ഓക്കെ, അപ്പോൾ ആ സമയത്തോടെ ഫിലിം പ്രദർശിപ്പിക്കുകയായിരുന്നു ആ പരിപാടി. അപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കറോട് വന്ന സമയത്ത് ഡയറക്ടർ ജെയിംസ് എർസ്കീൻ ഓഡിയൻസുമായി സംവദിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഐഡിയ കിട്ടിയല്ലോ, കിട്ടി. ഇറ്റ് കെയിം ടു എ ഹാൾട്ട്, അത് പെട്ടെന്ന് നിന്നു. ഹാൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഗതി സ്റ്റോപ്പ് ആവുക എന്നുള്ളതാണ്. നമുക്ക് ഈ ട്രെയിനിലൊക്കെ, ലോക്കൽ ട്രെയിനിലൊക്കെ പോകുന്ന ആളുകൾക്കത് അനുഭവം ഉണ്ടാകും. ട്രെയിന് മിക്കവാറും കല്ലായിയോ ആ ഭാഗത്ത് ഒന്ന് ആൾട്ടിലിടും ഒരു 15 മിനിറ്റ് മിക്ക ദിവസങ്ങളിലും. ഞാൻ ഒരുപാട് കാലം ട്രെയിനിൽ പോയ ആളാണ്. അപ്പോൾ ഹാൾട്ടിലിടും. ഹാൾട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് നിർത്തുക. അപ്പോൾ ഇറ്റ് കെയിം ടു എ ഹാൾട്ട്, എന്താണോ ആ പരിപാടി അത് നിന്നു. ഒരുപക്ഷെ സ്ക്രീനിങ് ആയിരിക്കാം, അല്ലെങ്കിൽ കോൺവെർസേഷൻ ആയിരിക്കാം, ഏതാണ് ഉദ്ദേശിച്ചത് എനിക്കറിയില്ല. ആസ് ടെണ്ടുൽക്കർ ടുക്ക് സെൻറ്റർ സ്റ്റേജ് ആൻഡ് ഷെയർഡ് ഹിസ് ജേർണി. എനിക്ക് തോന്നുന്നു ഫിലിം നിന്നു എന്നാണ് തോന്നുന്നത്. ഫിലിം പ്രദർശിപ്പിക്കുന്നിടയിൽ പെട്ടെന്ന് പോസ് ചെയ്ത് നിർത്തി. അങ്ങനെ ടെണ്ടുൽക്കർ ടുക്ക് സെൻറ്റർ സ്റ്റേജ്, അദ്ദേഹം സ്റ്റേജിൻ്റെ മധ്യഭാഗത്തേക്ക് വന്നു എന്ന് പറഞ്ഞാൽ സ്റ്റേജിൽ കയറി വന്നു. ആൻഡ് ഷെയർഡ് ഹിസ് ജേർണി, അദ്ദേഹം പങ്കുവെച്ചു ഹിസ് ജേർണി, അദ്ദേഹത്തിൻ്റെ യാത്ര. എന്ത് യാത്ര? അദ്ദേഹം അങ്ങോട്ട് കാർ ഓടിച്ച് വന്നതല്ല പറയുന്നത്. ഹിസ് ജേർണി, അദ്ദേഹത്തിൻ്റെ ലൈഫിനെ കുറിച്ചാണ് പറയുന്നത്. ജീവിതയാത്രയെക്കുറിച്ച് ടെണ്ടുൽക്കർ ഷെയർ ചെയ്തു. എ പോർഷൻ ഓഫ് ദ മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവിയുടെ ഒരു ഭാഗം. ഷെഡ്യൂൾഡ് ടു ബി റിലീസ്ഡ്. ഓക്കെ, സ്കെഡ്യൂൾഡ് എന്ന് ചില ആളുകളും വായിക്കും. അപ്പോൾ സ്കെഡ്യൂൾഡ് എന്ന് പറയുന്നത് നോർത്ത് അമേരിക്കൻ സ്റ്റൈലാണ്. ഓക്കെ, നോർത്ത് അമേരിക്കയിലുള്ള അമേരിക്കൻ സ്റ്റൈലാണ് സ്കെഡ്യൂൾഡ് എന്ന് പറയാം. അതേസമയം ബ്രിട്ടീഷ് സ്റ്റൈലിൽ അത് ഷെഡ്യൂൾഡ് എന്നാണ്. രണ്ടും പറയാം. ഓക്കെ,
നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം. നിങ്ങൾക്ക് ഇപ്പോൾ കൂടുതൽ ആളുകളും അമേരിക്കൻ ഇംഗ്ലീഷ് നമ്മുടെ നാട്ടിൽ പറയാറുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഹോളിവുഡ് മൂവീസിൻ്റെ ഇമ്പാക്റ്റ് ആണെന്ന് തോന്നുന്നു. നമ്മൾ പഴയ കാലത്തൊക്കെ പഠിച്ചിരുന്നത് ഷെഡ്യൂൾഡ് എന്നായിരുന്നു, സ്കെഡ്യൂൾഡ് എന്നും പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഓക്കെ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് വേർഡ് വെബ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറാണ്, അത് ഡിക്ഷണറി സോഫ്റ്റ്വെയറാണ്. അപ്പോൾ നമ്മുടെ വാക്കുകൾ എന്താണോ നമുക്ക് വേണ്ടത് അതിവിടെ അടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അതൊക്കെ ഉണ്ടോ സ്കെഡ്യൂൾഡ്, ഇവിടെ ഉണ്ടോ സ്കെഡ്യൂൾഡ് നോർത്ത് അമേരിക്ക, ഷെഡ്യൂൾഡ് ബ്രിട്ടൻ. അപ്പോൾ നിങ്ങൾക്ക് ആ രൂപത്തിൽ അതിനെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, എ പോർഷൻ ഓഫ് ദ മൂവി, അതേ സോഫ്റ്റ്വെയറിൻ്റെ വേർഡ് വെബിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ ഓൺലൈൻ എഡിഷൻ ഉണ്ട്, വേർഡ് വെബ് ഓൺലൈൻ എന്നുള്ളതാണ്. എ പോർഷൻ ഓഫ് ദ മൂവി, മൂവിയുടെ ഒരു ഭാഗം ഷെഡ്യൂൾഡ് ടു ബി റിലീസ്ഡ് ഓൺ മെയ് 26, മെയ് 26 റിലീസ് ചെയ്യാനിരിക്കുന്ന മൂവിയുടെ ഒരു ഭാഗം വാസ് സ്ക്രീൻഡ്, അവിടെ പ്രദർശിപ്പിച്ചിരുന്നു. ആൻഡ് സ്റ്റാർട്ട്സ് ഫ്രം ഹിസ് ചൈൽഡ്ഹുഡ്, ആൻഡ് സ്റ്റാർട്ട്സ് അത് തുടങ്ങുന്നത് എവിടെയാണ്? ഫ്രം ഹിസ് ചൈൽഡ്ഹുഡ്, അദ്ദേഹത്തിൻ്റെ സച്ചിൻ ടെണ്ടുൽക്കറുടെ ചെറുപ്പത്തിൽ, ചൈൽഡ്ഹുഡ് ബാല്യം മുതൽ. ഗെറ്റിംഗ് നോട്ടീസ്ഡ് ബൈ കോച്ച് രാംകാന്ത് ആച്രേക്കർ. ഓക്കെ, ആ ചെറുപ്പത്തിൽ ബാല്യം മുതൽ തുടങ്ങുന്നു. പിന്നെ ഗെറ്റിംഗ് നോട്ടീസ്ഡ് ബൈ കോച്ച് രാംകാന്ത് ആച്രേക്കർ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കളിയും ചടുലതയും സ്കില്ലൊക്കെ കണ്ട് അദ്ദേഹം ശ്രദ്ധിക്കപ്പെടുന്നു കോച്ചിനാൽ. പിന്നെ ആ സംഭവം അതിൽ ഉണ്ട്. പിന്നെ ഹിസ് ഫസ്റ്റ് ഇൻ്റർനാഷണൽ ടൂർ എഗെയിൻസ്റ്റ് പാകിസ്ഥാൻ, പാകിസ്ഥാനെതിരെയുള്ള ആദ്യത്തെ ഇൻ്റർനാഷണൽ ടൂറ് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് എവിടെയാണ് എത്തുന്നത്? ടു വിന്നിങ് ദ വേൾഡ് കപ്പ് ഇൻ 2011, 2011 വേൾഡ് കപ്പ് വിജയിക്കുന്നത് വരെയുള്ള അദ്ദേഹത്തിൻ്റെ ലൈഫ്, ആ ഭാഗം എ പോർഷൻ ഓഫ് ദ മൂവി അവിടെ സ്ക്രീൻ ചെയ്യപ്പെട്ടിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, ദിസ് വാസ് എ ന്യൂ എക്സ്പീരിയൻസ് ഫോർ മീ, ദിസ് വാസ് എ ന്യൂ എക്സ്പീരിയൻസ്, ഇതൊരു പുതിയ അനുഭവമായിരുന്നു ഫോർ മീ, എന്നെ സംബന്ധിച്ചിടത്തോളം. ഓൾ മൈ ലൈഫ്, എൻ്റെ ജീവിതം മുഴുവനും. ഐ ഹാഡ് ബീൻ ലുക്കിംഗ് ടുവാർഡ്സ് ദ നെക്സ്റ്റ് ഗെയിം, ഞാൻ അടുത്ത കളിയിലേക്കുള്ള ശ്രദ്ധയിലായിരുന്നു, അല്ലെങ്കിൽ അടുത്ത കളിയെ ആയിരുന്നു ഞാൻ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത്. ഓക്കെ, ആൻഡ് ലെറ്റ് പീപ്പിൾ ടോക്ക് അബൌട്ട് മൈ ലാസ്റ്റ് ഇന്നിങ്സ്, ജനങ്ങൾ എൻ്റെ ലാസ്റ്റ് ഇന്നിങ്സിനെ കുറിച്ച് സംസാരിച്ചോട്ടെ, അതവിടെ നടക്കട്ടെ. ജനങ്ങൾക്ക് അതാണ് നോക്കാനുള്ളത്, എൻ്റെ കഴിഞ്ഞ കളിയിലെ പെർഫോമൻസ് ആണ്. ഞാൻ ശ്രദ്ധിക്കുന്നത് എന്താണ്? അടുത്ത കളിയിലേക്കാണ് ഞാൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ഹിയർ ഐ ഹാഡ് ടു സ്പീക്ക് റിഗാർഡിങ് മൈ പാസ്റ്റ് ത്രൂ ഔട്ട്. ഹിയർ, ഇവിടെ ഐ ഹാഡ് ടു സ്പീക്ക്, എനിക്ക് സംസാരിക്കേണ്ടതുണ്ടായിരുന്നു. റിഗാർഡിങ് മൈ പാസ്റ്റ് ത്രൂ ഔട്ട്, എൻ്റെ കഴിഞ്ഞ കാലഘട്ടത്തെക്കുറിച്ച്. ഓക്കെ, സർ ടെണ്ടുൽക്കർ പറഞ്ഞു. അഡ്മിറ്റിങ്, അദ്ദേഹം സമ്മതിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അംഗീകരിച്ചു എന്നൊക്കെ പറയാം. ഹി വാസ് എക്സൈറ്റഡ് അബൌട്ട് ദ ഫാമിലി വാച്ചിങ് ദ മൂവി, അദ്ദേഹത്തിൻ്റെ കുടുംബം ഈ മൂവി വാച്ച് ചെയ്യുന്നതിൽ വളരെയധികം അദ്ദേഹം എക്സൈറ്റഡ് ആണ്, കുടുംബത്തൊക്കെ കാണുന്നുണ്ടല്ലോ എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം എക്സൈറ്റഡ് ആണെന്ന് അദ്ദേഹം അഡ്മിറ്റ് ചെയ്തു. ഹി സെഡ്, അദ്ദേഹം പറഞ്ഞു, ദർ വാസ് ഹാർഡ്ലി എനിത്തിങ് ദ ഫിലിം ഡിഡ് നോട്ട് കവർ, ആ ഫിലിമിൽ കവർ ചെയ്യാത്തതായിട്ടൊന്നുമില്ല. ഓക്കെ, ഹാർഡ്ലി എനിത്തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവാണ്, ഒന്നുമില്ല എന്നുള്ളൊരർത്ഥമാണ്. ദ ഫിലിം ഡിഡ് നോട്ട് കവർ ചെയ്യാത്തതായിട്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, ദർ വാസ് ഹാർഡ്ലി എനിത്തിങ് ദ ഫിലിം ഡിഡ് നോട്ട് കവർ. ദേ ഹാഡ് 10,000 hours ഓഫ് ഫുട്ടേജ്, അവരുടെ അടുത്ത്, അതായത് ഫിലിം നിർമ്മിക്കുന്ന ആളുകളുടെ അടുത്ത് 10,000 hours ഓഫ് ഫുട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ശേഖരം നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഫുട്ടേജ്, വീഡിയോ എഡിറ്റിംഗ് മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. അതായത് സച്ചിൻ ഒരുപാട് ഇന്നിങ്സുകൾ കളിച്ചിട്ടുണ്ട്, അതിൻ്റെയൊക്കെ വീഡിയോസിൻ്റെ കളക്ഷൻ ഉണ്ടല്ലോ, ഡാറ്റ ഉണ്ടല്ലോ, അതിനെക്കുറിച്ചാണ് പറയുന്നത്. 10,000 മണിക്കൂറുകളോളമുള്ള ഫുട്ടേജ് അവരുടെ അടുത്തുണ്ടായിരുന്നു. ആൻഡ് ഐ അഡ്മയർ, ഞാൻ അഡ്മയർ ചെയ്യുന്നു, എന്താ പറയുക, പുകഴ്ത്തുന്നു, അല്ലെങ്കിൽ എന്താ പറയുക, അഡ്മയറിൻ്റെ മലയാളം എന്താ, അവരതിൽ സമ്മതിച്ചു കൊടുക്കുന്നു ദെയർ സ്കിൽസ്, അവരുടെ കഴിവുകളെ. ബിക്കോസ്, കാരണം ഹൗ ഡു യു മേക്ക് സെൻസ് ഓഫ് സംതിങ് ഓവർ 35 years ആൻഡ് സ്ക്വീസ് ദാറ്റ് ടു 2 hours and 17 minutes. ഓക്കെ, എന്തിനാണ് ഞാൻ അവരെ അഡ്മയർ ചെയ്യുന്നത്? ഹൗ ഡു യു മേക്ക് സെൻസ് ഓഫ് സംതിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, ആ പ്രയോഗം തന്നെ ഇവിടെയുണ്ട്, മേക്ക് സെൻസ് ഓഫ് സംതിങ്. ഓക്കെ, അതായത് മേക്ക് സെൻസ് ഓഫ് സംതിങ്, എന്തോ ഒന്നിനെക്കുറിച്ച് സെൻസ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, അസാധാരണമായിട്ടുള്ള ഒരു സംഗതിയെ മനസ്സിലാക്കി എടുക്കുന്നതിനാണ് മേക്ക് സെൻസ് ഓഫ് സംതിങ് എന്ന് പറയുന്നത്. എന്താണോ അത്, അതിനെ മേക്ക് സെൻസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ മനസ്സിലാക്കി എടുക്കുന്നത്. അപ്പോൾ ഹൗ ഡു യു മേക്ക് സെൻസ് ഓഫ് സംതിങ് ഓവർ 35 years, 35 വർഷത്തിലധികമുള്ള അദ്ദേഹത്തിൻ്റെ ലൈഫിനെ, ക്രിക്കറ്റ് ജീവിതത്തെ, ആൻഡ് സ്ക്വീസ് ദാറ്റ് ടു 2 hours and 70 minutes. സ്ക്വീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നെക്കി പിഴിഞ്ഞെടുക്കുക എന്ന് പറയുമല്ലോ, ചെറുതാക്കി എടുക്കുക. സ്ക്വീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരു വലിയ സംഗതി ഇങ്ങനെ നമ്മളിങ്ങനെ ചെറുതാക്കി ചുരുക്കി, ഇങ്ങനെ ബലം പ്രയോഗിച്ച് ചുരുക്കുന്നതിനൊക്കെ സ്ക്വീസ് എന്ന് പറയാം.
സ്ക്വീസ് എന്ന് പിന്നെ ഉപയോഗിക്കും നമ്മൾ ബൈക്കിലൊക്കെ പോകുമ്പോൾ ബ്രേക്ക് ഉണ്ടല്ലോ, ബ്രേക്ക് ഇങ്ങനെ പിടിക്കുമല്ലോ, ബ്രേക്ക് പിടിക്കുമ്പോൾ നമ്മൾ ആ ബ്രേക്കിൻ്റെ ലിവർ പിടിച്ചിട്ട് സ്ക്വീസ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, പിടിച്ചിട്ട് ചെറുതാക്കുക, ചുരുക്കുക എന്നൊക്കെ പറയാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 35 വർഷത്തിലധികമുള്ള എൻ്റെ ലൈഫിനെ, ക്രിക്കറ്റ് കരിയറിനെ 2 മണിക്കൂറും 17 മിനിറ്റുമായിട്ട് ഇങ്ങോട്ട് ചുരുക്കി സംഗ്രഹിച്ചുകൊണ്ട് മാറ്റുന്നത് എങ്ങനെയാണെന്നുള്ളത് ആലോചിക്കാൻ തന്നെ എന്താ പറയുക, ഹൗ ഡു യു മേക്ക് സെൻസ്, അതിനെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക, എങ്ങനെയാണ് മലയാളം പറയാമെന്ന് എനിക്കറിയില്ല. ഹൗ ഡു യു മേക്ക് സെൻസ്, നിങ്ങൾക്ക് എങ്ങനെയത്, അല്ലെങ്കിൽ നമ്മൾ പറയുമല്ലോ എനിക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല, എങ്ങനെ ഇപ്പോൾ ഈ 35 കൊല്ലമൊക്കെ 2 മണിക്കൂർ കൊണ്ട് ചുരുക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് ആലോചിക്കാൻ തന്നെ അത്ഭുതമാണ്. അക്കാര്യത്തിൽ അങ്ങനെ അവർ ചെയ്തതിൽ ഞാൻ അവരെ അഡ്മയർ ചെയ്യുന്നു. ഓ എൻ്റെ അമ്മോ. ഐ സെഡ് ദിസ് ഈസ് ദ ഫസ്റ്റ് ഇന്നിങ്സ് ഐ ഹാവ് പ്ലേഡ്. ഞാൻ പറഞ്ഞു ദിസ് ഈസ് ദ ഫസ്റ്റ് ഇന്നിങ്സ് ഐ ഹാവ് പ്ലേഡ്, ഞാൻ കളിച്ചതിൽ ആദ്യത്തെ ഇന്നിങ്സ് ആണിത്. നൗ യു നീഡ് ടു പ്ലേ ദ സെക്കൻഡ് ഇന്നിങ്സ്, ഇനി നിങ്ങൾ സെക്കൻഡ് ഇന്നിങ്സ് കളിക്കണമെന്ന് ഞാൻ അവരോട് പറഞ്ഞു. ഹീ സെഡ്, സച്ചിൻ ടെണ്ടുൽക്കർ പറഞ്ഞു. എന്നാൽ ടി വിയിൽ അതിൻ്റെ നിർമ്മാതാക്കൾ, ഡയറക്ടറോടും അണിയറ പ്രവർത്തകരോടും അദ്ദേഹം പറഞ്ഞതായിരിക്കണം. ഓക്കെ. ദ ഫിലിം വാസ് ഷോട്ട് അറ്റ് മൈ ഹൗസ്. ഫിലിം ഷൂട്ട് ചെയ്തത് എൻ്റെ വീട്ടിലായിരുന്നു. ഇറ്റ്സ് നോട്ട് എ സ്റ്റുഡിയോ, അതൊരു സ്റ്റുഡിയോ ഒന്നുമല്ല. സോ വാട്ട് യു സീ ഈസ് മൈ ഹൗസ്. സോ നിങ്ങൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെൻ്റെ വീടാണ്. ഇൻ ബന്ദ്ര സാഹിത്യ സഹവാസ്, ബന്ദ്ര സാഹിത്യ സഹവാസിലുള്ള എൻ്റെ വീടാണ് നിങ്ങൾ ഫിലിമിൽ ഒറിജിനൽ സാധനം തന്നെയാണ് നിങ്ങൾ കാണുന്നത്. യു സി, നിങ്ങൾക്ക് കാണാം അജിത് ബ്രദർ, അജിത് എന്ന് പറഞ്ഞാൽ സച്ചിൻ്റെ ബ്രദറാണ്, അദ്ദേഹത്തെ നിങ്ങൾക്ക് കാണാം. ട്രൈങ് ടു ടീച്ച് മീ, എന്നെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്, ഹൗ ടു പ്ലേ, എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് എന്നെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന അജിത്തിനെ നിങ്ങൾക്ക് കാണാം. ഇറ്റ് ഈസ് ദ ഗ്രൗണ്ട് വേർ ഐ ഗ്രൂ അപ്പ്. ഇറ്റ് ഈസ് ദ ഗ്രൗണ്ട്, അതാണ് ആ മൈതാനം, വേർ ഐ ഗ്രൂ അപ്പ്, ഞാൻ വളർന്നു വന്നിട്ടുള്ളത്, അവിടെയാണ് ഞാൻ കളിച്ചു വളർന്നത്. സോ എവറിത്തിങ് ഈസ് റിയൽ. അതുകൊണ്ട് തന്നെ ഈ ഫിലിമിൽ കാണിക്കുന്ന എല്ലാം റിയൽ തന്നെയാണ്. ദ ഓൺലി തിങ് ഈസ് ദാറ്റ്, ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഐ കാൺ ഗോ ബാക്ക്, എനിക്ക് തിരിച്ചു നടക്കാൻ കഴിയില്ല, തിരിച്ചു പോകാൻ കഴിയില്ല. ടു ബീയിങ് എ 5-year-old, 5 വയസ്സുള്ളൊരു കുട്ടിയായിട്ട് ഏതായാലും ഇപ്പോൾ എനിക്ക് ഡ്രസ്സ് മാറ്റി കളിക്കാനൊന്നും കഴിയില്ല. അതുകൊണ്ട് അതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും, ബാക്കിയുള്ളതൊക്കെ ഒറിജിനൽ സാധനം തന്നെയാണെന്നാണ് സച്ചിൻ ടെണ്ടുൽക്കർ പറഞ്ഞത്. ടെണ്ടുൽക്കർ ലോഫ്ഡ്, ടെണ്ടുൽക്കർ ചിരിച്ചു അത് പറഞ്ഞുകൊണ്ട്. ഓക്കെ. ഹി ടുക്ക് എ വാക്ക് ഡൗൺ മെമ്മറി ലെയിൻ ആൻഡ് സ്പോക്ക്. ഹി ടുക്ക് എ വാക്ക് ഡൗൺ മെമ്മറി ലെയിൻ, അദ്ദേഹം ഓർമ്മകളുടെ ഇടനാഴിയിലൂടെ പുറകോട്ട് സഞ്ചരിച്ചു എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ ഓർത്തെടുത്തു, എന്നിട്ട് സംസാരിച്ചു അതിനെക്കുറിച്ച്. ഓഫ് മാർക്ക് മസ്കറാനസ്, മാർക്ക് മസ്കറാനസിനെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. ഹിസ് ഫോമർ ഏജൻറ്റ് ഹു ഡയഡ് ഇൻ എ കാർ ക്രാഷ്, കാർ ക്രാഷിൽ മരിച്ചു പോയിട്ടുണ്ടായിരുന്ന ഒരു മുമ്പത്തെ ഒരു ഏജൻ്റായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഒരു ഏജൻ്റായിരുന്നു. എന്ത് ഏജൻ്റാണെന്ന് എനിക്കറിയില്ല. മാർക്ക് മസ്കറാനസ് എന്നായിരുന്നു അദ്ദേഹത്തെക്കുറിച്ച്. അപ്പോൾ അദ്ദേഹം ഓർത്തു. പിന്നെ കൂടെ ഹിസ് ഫാദർ രമേഷ്, അദ്ദേഹത്തിൻ്റെ അച്ഛൻ രമേഷ് ടെണ്ടുൽക്കർ അദ്ദേഹം ഓർത്തു. ആൻഡ് പീപ്പിൾ ഹു ഹെൽപ്പ് ഷേപ്പ് ഹിസ് കരിയർ, അദ്ദേഹത്തിൻ്റെ കരിയറിനെ ഷേപ്പ് ചെയ്യാൻ, രൂപപ്പെടുത്താൻ സഹായിച്ച ജനങ്ങളെയും ആളുകളെയും അദ്ദേഹം ഓർത്തു. ഓക്കെ, അപ്പോൾ എങ്ങനെയാണത് പോയത്? ഹി ടുക്ക് എ വാക്ക് ഡൗൺ മെമ്മറി ലൈൻ ആൻഡ് സ്പോക്ക് ഓഫ്, സംസാരിച്ചു, ഓർമ്മയിൽ നിന്നെടുത്ത് സംസാരിച്ചു. ആരെക്കുറിച്ച്? സ്പോക്ക് ഓഫ് മാർക്ക് മസ്കറാനസ്, അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു. ഹിസ് ഫോർമർ ഏജൻറ്റ് ഹു ഡയഡ് ഇൻ എ കാർ ക്രാഷ്, പിന്നെ കാർ ക്രാഷിൽ മരിച്ച ഒരു ഫോർമർ ഏജൻറ്റ്, ചിലപ്പോൾ അത് രണ്ടാളായിരിക്കാം, എനിക്കറിയില്ല. ഹിസ് ഫാദർ ആൻഡ് പീപ്പിൾ ഹു ഹെൽപ്ഡ് ഷേപ്പ് ഹിസ് കരിയർ, അദ്ദേഹത്തിൻ്റെ ഫാദറിനെ കുറിച്ച്, ആളുകളെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ കരിയറിനെ ഷേപ്പ് ചെയ്ത ആളുകളെക്കുറിച്ച്. There's also a rare footage of the late Ramesh Tendulkar where he states. There's also, അവിടെ വേറൊന്നും കൂടെ ഉണ്ട്. എന്താണ്? എ റെയർ ഫൂട്ടേജ്, വളരെ അപൂർവമായൊരു വീഡിയോ, ഇവിടെ ഒരു പാർട്ട് അവിടെയുണ്ട്, ഫൂട്ടേജ് അവിടെയുണ്ട്. ഓഫ് ലേറ്റ് രമേശ് ടെണ്ടുൽക്കർ, പരേതനായ രമേശ് ടെണ്ടുൽക്കറുടെ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ഒരു വീഡിയോ ഭാഗമുണ്ട്. വേർ ഹി സ്റ്റേറ്റ്സ്, അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, എന്താണ് അദ്ദേഹം പ്രസ്താവിക്കുന്നു, ഐ ആം പ്രൗഡ് ഓഫ് ഓൾ മൈ ചിൽഡ്രൻ. അതിപ്പോൾ സച്ചിൻ്റെ അച്ഛൻ പറയുകയാണ്, ഐ ആം പ്രൗഡ്, ഞാൻ അഭിമാനിക്കുന്നു, ഓഫ് ഓൾ മൈ ചിൽഡ്രൻ, എൻ്റെ കുട്ടികളെ എല്ലാവരെയും സംബന്ധിച്ച് ഞാൻ അഭിമാനിക്കുന്നു. അബൌട്ട് സച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എവ്രി വൺ കൺസിഡേഴ്സ് ഹിം ആസ് ദെയർ ഫാമിലി മെമ്പർ, എല്ലാവരും അദ്ദേഹത്തെ സ്വന്തം കുടുംബത്തിലൊരു മെമ്പറായിട്ടാണ് പരിഗണിക്കുന്നത്. വിച്ച് ഈസ് ആൻ എക്സ്ട്രീംലി പ്രൗഡ് ഫീലിംഗ്. ആ കാര്യം വളരെയധികം എന്നെ എന്താ പറയുക, അഭിമാനം വിജൃംഭിതനാക്കുന്നു. എനിക്കത് അത്യധികം അഭിമാനം നൽകുന്നൊരു കാര്യമാണ് എന്നാണ് പറഞ്ഞത്. ഓക്കെ. There were a few funny ones as well. അവിടെ കൂടെ തന്നെ കുറച്ച് തമാശകളും അവിടെ ഉണ്ടായിരുന്നു. ലൈക്ക് ദ ഇൻറ്ററാക്ഷൻ വിത്ത് ടോം ആൾട്ടറുമായി ബന്ധപ്പെട്ട് ചില സംഭാഷണങ്ങൾ ഉണ്ടായിരുന്ന വളരെ തമാശകളും ഉണ്ടായിരുന്നു. ഐ റിമെമ്പർ, ഞാൻ ഓർക്കുന്നു, ദിസ് വാസ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഐ വാസ് ഇൻവൈറ്റഡ് ടു പ്ലേ. ദിസ് വാസ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ, തൊട്ടുടനെയായിരുന്നു. ഐ വാസ് ഇൻവൈറ്റഡ് ടു പ്ലേ അറ്റ് ദ ഇന്ത്യാനെറ്റ്സ്. ഇന്ത്യാനെറ്റ്സിൽ കളിക്കാൻ എന്നെ
ക്ഷണിച്ചതിൻ്റെ തൊട്ടുടനെ ആയിരുന്നുവെന്ന് ഞാൻ ഓർക്കുന്നു. ടു ബാറ്റ് അഗെയിൻസ്റ്റ് കപിൽ ദേവ്. കപിൽ ദേവിനെതിരെ ബാറ്റ് ചെയ്യാൻ ഇന്ത്യ നെറ്റ്സിലേക്ക് എന്നെ ക്ഷണിച്ചതിന് തൊട്ടുടനെ ആയിരുന്നു എന്നാണ് ഞാൻ ഓർക്കുന്നത്. എന്താണ്? ദിലീപ് വെങ് സർക്കാർ ഹാഡ് ഇൻവൈറ്റഡ് മീ. ദിലീപ് വെങ് സർക്കാർ എന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ടോം ആസ്ക്ഡ് മീ. ടോം എന്നോട് ചോദിച്ചു, സോ ഹൗ വാസ് ഇറ്റ് ഫേസിങ് കപിൽ ദേവ്? കപിൽ ദേവിനെതിരെ കളിച്ചിട്ട് എങ്ങനെയുണ്ട്? കപിൽ ദേവിനെ അഭിമുഖീകരിച്ചത് എങ്ങനെയുണ്ടായിരുന്നു? ഹൗ വാസ്? ഓക്കെ, ഐ റിപ്ലൈഡ്. സച്ചിൻ പറയാണ് ഐ റിപ്ലൈഡ്. ഞാൻ മറുപടി പറഞ്ഞു, ഹി വാസ് ഓൾസോ ഗുഡ്. മൂപ്പരും അടിപൊളിയായിരുന്നു, മൂപ്പരും കൊള്ളാം. ഹി വാസ് ഓൾസോ ഗുഡ്, നന്നായിരുന്നു. ഹി സെഡ്, സച്ചിൻ പറഞ്ഞു, ആസ് ദ ഓഡിയൻസ് ബേസ്റ്റ് ഇൻ ടു ലോഫ്റ്റർ. അപ്പോൾ ആ സമയത്ത് സച്ചിൻ അത് പറഞ്ഞപ്പോൾ ഓഡിയൻസ് എല്ലാവരും ഭയങ്കരമായിട്ട് ചിരിച്ചു. ഓക്കെ, ബേസ്റ്റ് ഇൻ ടു ലോഫ്റ്റർ, പൊട്ടിച്ചിരിച്ചു. അപ്പോൾ ആരാണ് ടോം എന്ന് എനിക്കറിയില്ല, ആരാണ് ദിലീപ് വെങ് സർക്കാർ എന്നും എനിക്കറിയില്ല. ഐ ആം സോ സോറി. ടോം ആൾട്ടർ ആരാണെന്നും എനിക്കറിയില്ല, ഒരു നടനാണെന്ന് തോന്നുന്നു. ഓക്കെ, വയൽ എർസ്കീൻ എന്ന് പറയുന്നത് നമ്മളെ സംവിധായകനാണ്. സെഡ് ദ ഫിലിം, അദ്ദേഹം പറഞ്ഞു, ദ ഫിലിം ഷോസ്, ആ ഫിലിം കാണിക്കുന്നു, ടെണ്ടുൽക്കർ സച്ചിനെ ആസ് എ ചൈൽഡ് ടു എ ഫാദർ ഓഫ് ടു. ഒരു കുട്ടിയിൽ നിന്ന്, ആസ് എ ചൈൽഡ്, ഒരു ചെറിയ കുട്ടിക്കാലം തൊട്ട് ടു എ ഫാദർ ഓഫ് ടു, രണ്ടാളുകളുടെ അച്ഛനാകുന്നത് വരെയുള്ള ഒരു പാർട്ട് സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ലൈഫിൽ നിന്നത് കാണിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ. ടെണ്ടുൽക്കർ അഡ്മിറ്റഡ്, ടെണ്ടുൽക്കർ സമ്മതിച്ചു. സ്റ്റാർഡം, താരത്വം എന്ന് പറയുന്നത്, പുള്ളിക്കാരൻ വലിയൊരു സെലിബ്രിറ്റിയാണ്. അപ്പോൾ ഈ സെലിബ്രിറ്റി സ്റ്റാറായിട്ട് നടക്കുന്ന ഒരു അവസ്ഥയാണ് സ്റ്റാർഡം, താരത്വം എന്നൊക്കെ പറയാം. ഹാസ് ബീൻ ചാലഞ്ചിങ് ഫോർ ഹിസ് ചിൽഡ്രൻ. അദ്ദേഹത്തിൻ്റെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഭയങ്കര സ്റ്റാറാണ് എന്നുള്ളത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയായിരുന്നു. കണ്ട സച്ചിൻ്റെ മോനാണ് പോകുന്നതെന്ന് പറയല്ലോ നമ്മൾ, അത് തന്നെ. അത് അദ്ദേഹത്തിൻ്റെ മക്കളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയാണ്. അപ്പോൾ ആളുകൾ വല്ലാണ്ട് ശ്രദ്ധിക്കും. ഓക്കെ, when people are constantly focusing on you, when people are constantly focusing on you, ജനങ്ങൾ നിരന്തരമായി നിങ്ങളിങ്ങനെ ശ്രദ്ധിക്കണം, ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ആൻഡ് യു അനലൈസിങ് എവറിത്തിങ് യു ഡു, നിങ്ങൾ ചെയ്യുന്നതൊക്കെ നമ്മളിങ്ങനെ അനലൈസ് ചെയ്യേണ്ടി വരികയാണ്. ഓക്കെ, ആൻഡ് അനലൈസിങ്, വിലയിരുത്തേണ്ടി വരുന്നു, എവറിത്തിങ് യു ഡു, നിങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ. അപ്പോൾ ജനങ്ങളിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്ന് പേടിയിൽ നമ്മൾ ചെയ്യുന്ന കാര്യമൊക്കെ നമ്മൾ അനലൈസ് ചെയ്ത് ഭയങ്കര കെയർഫുള്ളായിട്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥ, അതായിരിക്കണം ഉദ്ദേശിച്ചത്. മൈ ചൈൽഡ്ഹുഡ് വാസ് നെവർ ലൈക്ക് ദാറ്റ്. എൻ്റെ ചെറുപ്പകാലം ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല. സച്ചിൻ്റേത് അങ്ങനെ ആയിരുന്നില്ല. നെയ്തർ വാസ് യുവേഴ്സ്, നിങ്ങളുടേതും അങ്ങനെ ആയിരുന്നില്ല. പക്ഷേ എൻ്റെ മക്കളുടേത് അങ്ങനെയായി എന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്. ഹീ സെഡ്, അദ്ദേഹം പറഞ്ഞു, വി ഹാവ് ഓൾ ഹാഡ് ദാറ്റ് ഫ്രീഡം. നമുക്ക് എല്ലാവർക്കും ആ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ആൻഡ് ദാറ്റ് ഇസ് വാട്ട് വി ഓൾ വാണ്ട്, ദാറ്റ് ഇസ് വാട്ട് വി ഓൾ വാണ്ട്. അത് തന്നെയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതും. അവൻ അർജുൻ എന്ന് പറയുന്നത് ആരാ? സച്ചിൻ്റെ മകനാണോ? ആണെന്ന് തോന്നുന്നു. ഹീ പ്ലേസ്, അദ്ദേഹം കളിക്കുന്നു, ക്രിക്കറ്റ് കളിക്കുന്നു. ഹീ പ്ലേസ് ക്രിക്കറ്റ്, അവൻ ക്രിക്കറ്റ് കളിക്കുന്നു. ഐ ഹാവ് ഓൾവേസ് ബീൻ സെയിങ് ദാറ്റ്, ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ദാറ്റ് ലെറ്റ് യുവർ ആർട്ടിക്കിൾസ് ഫോളോ ഹിസ് പെർഫോമൻസസ്, അവൻ്റെ പെർഫോമൻസുകളെ നിങ്ങളുടെ ആർട്ടിക്കിളുകൾ, ലേഖനങ്ങൾ, അതുപോലെ തന്നെ എന്താ പറയുക, കോളങ്ങളൊക്കെ അങ്ങനെ അവനെ ഫോളോ ചെയ്യട്ടെ. അവൻ്റെ പെർഫോമൻസുകളുമായി ബന്ധപ്പെട്ട് അവൻ നന്നായിട്ട് കളിക്കുന്നുണ്ടോ, എന്തൊക്കെയാണ് പ്രോബ്ലം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്തോട്ടെ. ഇറ്റ് മസ്റ്റ് നോട്ട് ബി ദ അതർ വേ അറൗണ്ട്, അല്ലാതെ വേറെ കോലത്തിലൊന്നും ആകരുത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു കയറിക്കൊണ്ടുള്ള ഓരോ കാര്യങ്ങളിൽ ഇടപെടേണ്ടതില്ല എന്നായിരിക്കാം സച്ചിൻ പറഞ്ഞത്. ഇറ്റ് മസ്റ്റ് നോട്ട് ബി, അങ്ങനെ ആയിരിക്കാതിരിക്കട്ടെ, ദ അതർ വേ അറൗണ്ട്. പെർഫോമൻസുകളെ കുറിച്ചല്ലാതെ മറ്റു പലതിനെ കുറിച്ച് നിങ്ങൾ ആർട്ടിക്കിളുകൾ എഴുതാതിരിക്കട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ പിന്നാലെ പോകാതിരിക്കട്ടെ എന്നൊക്കെ സച്ചിൻ പറയാം. ദാറ്റ്സ് ഓൾ ഇൻ ദീസ് ന്യൂസ്. നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു ന്യൂസ് വായിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പദാനുപത തർജ്ജമ ചെയ്യാൻ ശ്രമിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. അങ്ങനെ നമുക്ക് ഒരു ഭാഷയിലുള്ള ഒരു സെൻറ്റൻസിനെയും വേറൊരു ഭാഷയിലേക്ക് എക്സാക്റ്റ് കോപ്പി പേസ്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയില്ല. അതിൽ പറയുന്ന ആശയത്തെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒരേ ഒരു പോംവഴി. അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറുകൾ വായിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സിമ്പിളായിട്ടുള്ള ന്യൂസുകളിൽ നിന്ന്, എൻ്റർടൈൻമെൻറ്റ്, സ്പോർട്സ്, നിങ്ങൾക്ക് കൂടുതൽ താല്പര്യമുള്ള ന്യൂസുകളിൽ നിന്ന് തുടങ്ങാം. പിന്നെ ഇങ്ങനെ എഡിറ്റോറിയലുകളിലേക്കും മറ്റിലേക്കൊക്കെ വരാമെന്നാണ് തോന്നുന്നത്. പിന്നെ അതുമായി ബന്ധപ്പെട്ട് പറയാൻ ഉദ്ദേശിച്ചിരുന്നതെല്ലാം ഞാൻ പറഞ്ഞെന്നാണ് കരുതുന്നത്. കൂടുതൽ മലയാളം ഇംഗ്ലീഷ് ട്യൂട്ടോറിയലുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.